அவங்க கேட்ட மாதிரி தெரியலையே குமார். ഹായ്. ഞാനിന്ന് കൂലി സിനിമ കാണാൻ പോയി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായി അഭിനയിച്ച കൂലി. ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ആ സിനിമ കാണാൻ പോയത്. ഒത്തിരി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമ. രജനികാന്ത്, നാഗാർജുന, മലയാളത്തിൽ നിന്ന് സൗബിൻ, നായികയായിട്ട് ശ്രുതി, ഉപേന്ദ്ര, ഗസ്റ്റ് റോളിൽ അമീർ ഖാൻ, അങ്ങനെ ഒത്തിരി, സത്യരാജ്, ഒത്തിരി താരങ്ങൾ. അതുകൂടാതെ അനിരുദ്ധിൻ്റെ മ്യൂസിക്. അങ്ങനെ നല്ല പ്രതീക്ഷയോടുകൂടി കാണാൻ പോയ സിനിമയായിരുന്നു. പക്ഷേ കാശ് മുടക്കി സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാം എന്ന് തോന്നുന്നു. ഞാനൊരു സിനിമയ്ക്ക് റിവ്യൂ പറയുകയോ ഒന്നുമല്ല. എൻ്റെ ഒരു അഭിപ്രായം ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂലി പോരാ. കൂലി പോരാ എന്ന് പറഞ്ഞാൽ പണിയെടുത്തതിനുള്ള കൂലി പോരാ എന്നല്ല. കൂലി സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സിനിമ പെർഫോമൻസ്, നമ്മുടെ സൗബിൻ എന്നുള്ള വ്യക്തിയുടെ, നടൻ്റെ പെർഫോമൻസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കിടിലം പെർഫോമൻസ് ആയിരുന്നു. സൗബിൻ എന്താണ് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ സൗബിനെ സിനിമയിൽ കാണിച്ചു തുടങ്ങുന്ന ആ സമയം തുടങ്ങി നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ സിനിമയുടെ കഥയോ അതൊന്നും പറയുന്നതല്ല. സൗബിൻ്റെ പെർഫോമൻസ് മാരക പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ ഒരു എന്താ പറയുക, സ്ക്രീൻ പ്രസൻസ് അതും കൊള്ളാം. എന്നല്ലാതെ ഈ സിനിമയ്ക്കകത്ത് എന്താണ് ഒന്ന് കൈയടിക്കാൻ തോന്നിയൊരു നിമിഷം, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ തോന്നിയൊരു നിമിഷം, അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ട്വിസ്റ്റ് എന്നുള്ളത് പോലെ തോന്നി. ഒരു നല്ല സീൻ എന്ന് തോന്നിയത് സൗബിൻ്റെ ഭാര്യ ആരാണ് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സമയം. അത് ഒരു നല്ല, ആ സിനിമയിലെ ഏറ്റവും നല്ല രംഗങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ആക്ഷൻ മൂവി എന്നുള്ള നിലയ്ക്ക് മുൻപ് സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും വിജയിച്ച ഒരു സംവിധായകനാണ് ലോകേഷ് കനകരാജ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കുമായിരിക്കാം. കാരണം ഒത്തിരി ആരാധകരുള്ള നടന്മാർ, നായക നടന്മാർ ഒരുമിച്ച് അഭിനയിച്ച സിനിമ, വില്ലന്മാരായിട്ടും നായകനായിട്ടും ഒക്കെ അഭിനയിച്ച സിനിമ, അതും വ്യത്യസ്തമായ ഭാഷകളിൽ നിന്ന്. അമീർ ഖാനുണ്ട്, അതുപോലെ തന്നെ സൗബിൻ, അങ്ങനെ ഒത്തിരി നായക നടന്മാർ എല്ലാവരും അണിനിരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പടം വിജയിക്കുമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇത് മുൻപ് ഇറങ്ങിയ കൈദി, അതല്ലെങ്കിൽ വിക്രം, ഇങ്ങനെയുള്ള സിനിമകളുമായി കണക്റ്റ് ചെയ്തുള്ള സിനിമയാണ് എന്നുള്ളൊരു തോന്നൽ ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ ഈ അടുത്ത സിനിമകളിൽ, ഈ ലോകേഷ് കനകരാജിൻ്റെ തന്നെ സിനിമകളിൽ കൈദിയിലുള്ള കണ്ടെയ്നർ ഈ കൂലികൾ ജോലി ചെയ്യുന്ന പോർട്ടിൽ വരുന്ന കണ്ടെയ്നറായിട്ടോ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ വരാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള സിനിമകളിൽ അമീർ ഖാൻ നായകനാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. റോളക്സിനെ തേടിയുള്ള അമീർ ഖാൻ്റെ വരവായിരിക്കാം, അങ്ങനെ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു പറഞ്ഞു വയ്പ്പ് ഇനിയും തുടരും എന്നുള്ള രീതിയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എന്നിരുന്നാലും രജനികാന്ത് സിനിമകളിലൊക്കെ നമുക്ക് കൈയടിക്കാവുന്ന നല്ല രംഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന സിനിമകൾ. ഇതിലതൊന്നും എനിക്ക്
പേഴ്സണലായിട്ട് ഫീൽ ചെയ്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ കൂലി പോരാ. ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, പറയുക. എങ്ങനെയുണ്ട്, ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.